ഞങ്ങളിവിടെ ഓണം കൊണ്ടു കേട്ടോ. ഇതവിടെ നിലവിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചരിയും അമ്മ പറഞ്ഞമ്മ പച്ചരിയും വിളക്കും നിറയും വെച്ചു വിളക്കും നിറയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചന്ദനത്തിരി കത്തിച്ചു. ഓണണിഞ്ഞു. പിന്നെ തൃക്കാക്കോരി വെച്ചു, പൂവുകൾ വെച്ചു, അട വെച്ചു. അട എത്ര എണ്ണം വെച്ചു? 3 എണ്ണം വെച്ചു. നാളികേരം ഉടച്ചത് ഇവിടെ. ഇനി ഇതിൽ എന്നിട്ട് തുളസിയുടെ ഇലയോ തേങ്ങ വെള്ളത്തിൽ തുളസിയുടെ ഇല ഇട്ടു. പിന്നെ കണല് പൂജിച്ചു. കണല് പൂജിച്ചു വെക്കണത് ഇതാണ് കേട്ടോ. കണല് പൂജിച്ചു. ഇത് എന്നിട്ട് ഇവിടത്തെ കുട്ടികളും ഓണണിയുന്നുണ്ട് കേട്ടാ. ഇത് എന്ത് ഷേപ്പ് പൊന്നു നോക്കട്ടെ. ഈ മാവ് എന്നിട്ടേക്കമ്മ പച്ചരിയും ചെറുകിഴങ്ങും കൂടി. പച്ചരി കുതിരിട്ട് അരച്ചെടുത്ത് ചെറുകിഴങ്ങ് അതിലിട്ട് കൊഴുപ്പിന് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അണിഞ്ഞു. കൊഴുപ്പ് കിട്ടാൻ വേണ്ടി അണിഞ്ഞു. എന്നിട്ട് അപ്പോഴാണല്ലേ പിടിക്കുള്ളൂ ഇതിങ്ങനെ അണിയമ്മേ. നിലത്ത് പിടിച്ച് ഉറക്കാൻ. ഓണം കൊണ്ടതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ പൂക്കളം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ രാവിലെ പൂക്കളം ഇടില്ല. ഇപ്പോൾ തൃക്കക്കറിയപ്പം വെച്ചപ്പോൾ തന്നെ നമ്മൾ പൂക്കളവും കൂടെ ഇട്ടിരിക്കുകയാണ്. ഈ വെള്ളപ്പൂവൊക്കെ ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. പിന്നെ ഈ ഇല, പിന്നെ ഇത് ഉണ്ടപുഷ്പം, ബാൽസ്യം, നടുക്ക് നമ്മൾ റോസയുടെ ഇതളുകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ ഓണപ്പൂക്കളത്തിന് 10-ലെ എത്ര മാർക്കായിരുന്നു നിങ്ങളൊന്ന് കമന്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ. ഇതാരൊക്കെ പൂക്കളിട്ടത്? ഞാൻ, കുഞ്ഞാവ, അച്ഛൻ, അമ്മ, പിന്നെ അച്ഛനമ്മ എല്ലാവരും. അച്ചാച്ചുണ്ടായില്ല കേട്ടോ പൂക്കളിടാൻ. അച്ചാച്ച ഇതൊക്കെ ഞങ്ങക്ക് റെഡിയാക്കിയൊക്കെ തന്നു. അവിടെ അമ്മ അണിയുന്നുണ്ട് കേട്ടാ. അതെന്നിട്ട് ഷേപ്പ് ആലാ. അമ്മ ഞാൻ ചെയ്യണോ? നീ ചെയ്തില്ലല്ലോ. മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ അവിടെ ഇവിടെ ഒരെണ്ണം അണിയാൻ പറ്റാ. ഇവിടെ അങ്ങനെ ഇതിന് എന്താ പറയാ? ആലയല്ലേ? ഇതാണ് 4 കാല. ഇതിപ്പോ അവര് അവിടെ അണിഞ്ഞില്ലെങ്കിൽ നല്ല നല്ല അണിയായിരുന്നു. അവള് കാണിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികള് ഇവിടെ അണിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇവര് മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ വരച്ചു വെച്ചിരിക്കുന്നതാണ്. ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. എന്നാലും അവരവരുടെ കഴിവിന്റെ പരമാവധി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഇതില് പൂക്കള് തുമ്പപ്പൂ വെച്ചിട്ടുണ്ട്. പിന്നെ തുളസി, മുക്കുറ്റി, പിന്നെ ഇതൊക്കെ നമ്മൾ ഈ തൃക്കാക്കരയപ്പനെ ഇങ്ങനെ അണിയിച്ചിരിക്കുന്നതാണ് കേട്ടോ. പച്ചരിയും ചെറുകിഴങ്ങും കൂടിയുള്ള ആ മാവുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ഭംഗിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ പുള്ളിക്കുത്ത് വെച്ചിരിക്കുന്നതേ ഈ മഞ്ഞപ്പൊടിയുടെയും പിന്നെ അരിപ്പൊടിയുടെയും അങ്ങനെയൊക്കെ ഓരോ കുത്തുകളൊക്കെ ഇട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുന്നതാണ്. കുട്ടികളെ അവിടെ കാർ പോർച്ചിൽ അവർ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഡെക്കറേറ്റ് അല്ല, ഇതിങ്ങനെ അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അണിയുമ്പോളേ ശരിയാവുന്നില്ല. അപ്പം അമ്മാമ്മ പറഞ്ഞു കാർ പോർച്ചിൽ പോയി അണിയാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉത്രാടത്തിൻ്റെ രാത്രിയാണ് കേട്ടോ. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നമ്മൾ ഓണം അണിഞ്ഞിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉത്രാടദിന വിശേഷങ്ങൾ. ഇനി നാളെ രാവിലെ തന്നെ സദ്യക്കുള്ളതൊക്കെ തയ്യാറാക്കണം. നമ്മളിവിടെ ഒരു ഗ്യാപ്പ് ഇട്ടേക്കണതേ ഇങ്ങനെ വീട്ടിനകത്തേക്ക് കയറാനായിട്ടുള്ള സൗകര്യത്തിനാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഓണം അണിഞ്ഞതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് പൂക്കളം കൂടെ ഒരുക്കായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് കയറി പോകാൻ സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ തൃക്കകരിയപ്പൻ എന്നാണ് കേട്ടോ പറയാ. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ. ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഇവിടെ ഓണം ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. തുളസിയില 2 തേങ്ങയുടെ 2 ഭാഗങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് അവിടെ ചെയ്യണത്
ഇനി മതി, കുമ്പളങ്ങി മത്തങ്ങയൊക്കെ അത് മതി കുഞ്ഞാവേ. മതി മതി അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഹാപ്പി ഓണം.